ഗായ്സ്, അപ്പം എന്നെ പോലെ തന്നെയാണോ നിങ്ങളൊന്ന് പറയണേ. കാരണം ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് ചോറുണ്ടാവില്ല. അതായത് വെച്ച ചോറ് എന്തെങ്കിലും ആയിട്ട് കുറവായിരിക്കും, കുറച്ച് കുറവായിരിക്കും. അപ്പം അത് കേൾക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതായത് ചോറില്ല എന്നുള്ള നിമിഷം ഞാൻ ഏടുന്നറിയില്ല, ചാടിത്തുള്ളിയിട്ട് ചെറുപയർ ചോറ് അങ്ങനെ പറയുന്ന ഒരാളാട്ടോ ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ ചോറ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ചെറുപയർ കഞ്ഞി. കാരണം കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട് അങ്ങനെ ഗ്യാങ്ങിലെല്ലാവരും ചെറുപയർ കഞ്ഞി എന്നാണ് പറയാറ്, പക്ഷെ ഞാൻ ചെറുപയർ ചോറ് എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറഞ്ഞത്, ചെറുപയർ ചോറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സംഭവമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പം കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം അതായത് ഞാൻ പറഞ്ഞത്, ഈ ചോറില്ലാന്ന് അറിയുന്ന നിമിഷം, അത് എന്തെങ്കിലും അതായത് ചോറിൻ്റെ എന്തെങ്കിലും ചോറ് വെക്കണമല്ലോ, അപ്പം തന്നെ അമ്മേ ചെറുപയർ ചോറ് ഇങ്ങനെ പറയും. പക്ഷേങ്കിൽ അമ്മ പറയും വേണ്ട, ഇപ്പം വെക്കണ്ട, എന്ത് ആക്കാം, കുറച്ച് വെള്ളമല്ലേ, എന്ത് ആക്കാം, അച്ഛൻ ഇത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഇത് പറഞ്ഞ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം അവസ്ഥ, ചോറില്ല ഇവിടെ. ഇത് രണ്ടാക്കള ചോറുള്ള, കാരണം ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അപ്പം എന്നാൽ നമ്മൾ വിചാരിക്കാണ്ട് അങ്ങനെയൊക്കെയാണല്ലോ ചോറ് ഇല്ലാണ്ടാവുക. കാരണം പണിക്കാർ വന്നപ്പോൾ പണിക്കാർക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് രാത്രി നമുക്ക് ഫുഡില്ല, ചോറില്ല, അപ്പോൾ ചോറ് കുറവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ 2 പേർക്കുള്ള ചോറ് കറക്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. അന്നേരം നമ്മൾ വിചാരിച്ചു അപ്പം തന്നെ ഞാൻ അമ്മ ചെറുപയർ ചോറ്. അപ്പോൾ ഓക്കെ, അപ്പം കുറേ വന്നു കഴിച്ചു. അപ്പോൾ ചെറുപയർ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഗ്യാസിലൊന്നും വെക്കണ്ട, അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ ഈ അടുപ്പിൽ വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടും കേട്ടോ. നമ്മളിതാ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, വെള്ളം വെച്ചതാണ് അതിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏച്ചിക്കും അനിയനും ഇഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അച്ഛമ്മയും അമ്മയും അമ്മയ്ക്ക് ആൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ സാധാരണ ചോറുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവരത് കേൾക്കും. ഞങ്ങൾക്ക് 4 പേർക്ക് നമ്മൾ ചെറുപയർ ചോറ് വെക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. എനിക്ക് എടുക്കണം തോന്നിട്ടോ, കാരണം എല്ലാം ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഞാനിങ്ങനെ സത്യരും ഞാനിങ്ങനെ ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പോൾ വെക്കട്ടെ, അല്ലെ ചെറുപയർ ചോറ് പോലെ തന്നെ മമ്പയർ ഇട്ട് വെക്കും കേട്ടോ. അത് മമ്പയർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ചാൻസ് ഉണ്ട്. കാരണം ഒരിക്കലും ചെറുപയറില്ലാത്തപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് മമ്പയർ ഇട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേങ്കിൽ സാധനം സെറ്റാണ്. പിന്നെ നമ്മൾ മമ്പയർ ചോറ് തന്നെ വെക്കാൻ തുടങ്ങി കേട്ടോ. മമ്പയർ ചെറുപയറിന് പകരം മമ്പയർ ഇട്ടിട്ട്. അപ്പോൾ മമ്പയർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ മമ്പയർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവരെന്തായാലും ട്രൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ, മമ്പയർ, കടല, അത് ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ അധികം ഉണ്ടാവാറുണ്ട് ചെറുപയർ പൊങ്ങിയ, മമ്പയർ പൊങ്ങിയ, കടല പൊങ്ങിയ, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെറുപയറിന് പകരം മമ്പയർ ഇട്ടിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ചോറൊക്കെ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബൈ. അങ്ങനെ കഴിച്ച് നമ്മളിത് അരിയൊക്കെ കേക്ക് ഇടുകയാണ്. മുന്നേ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാരണം അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ച് തിളയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റ് ആവട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാം ഇപ്പം ഒന്നുമില്ല കേട്ടോ, ഞാൻ വെക്കാൻ പറയുമ്പോൾ ഇടയ്ക്കുമ്പോൾ സമയത്തിലൊന്നുമില്ല, ഇടയ്ക്ക് വെക്കും. പിന്നെ അല്ലെങ്കിൽ ഇല്ലാത്ത ദിവസം നമ്മൾ ഉപ്പുമാവോ പുട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറ്. അങ്ങനെ കഴിച്ച് ഇതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ചോറാവുന്ന ടൈമിൽ ഞാൻ പോയി ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി പൊടിച്ച് അങ്ങനെ ഫ്രഷായി ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. ചമ്മന്തി മസ്റ്റാട്ടോ ചെറുപയർ ചോറിന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.